വീണ്ടും സൈബർ അധിക്ഷേപം നടത്തിയെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് അതിജീവിതയുടെ പരാതിയിൽ രാഹുൽ ഈശ്വറിനോട് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ച് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് സ്റ്റേഷനിൽ ഇന്ന് നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കേസിലെ ജാമ്യവ്യവസ്ഥകൾ രാഹുൽ ലംഘിക്കുന്നുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചതായി കണ്ടെത്തിയാൽ കോടതിയെ അറിയിച്ച ശേഷം അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. സൈബർ ഇടങ്ങളിൽ ഒരു തരത്തിലും അതിജീവിതയ്ക്കെതിരെ പരാമർശങ്ങൾ ഉണ്ടാകരുതെന്ന കർശനമായ വ്യവസ്ഥയിലായിരുന്നു രാഹുൽ ഈശ്വറിന് ജാമ്യം അനുവദിച്ചിരുന്നത്. എന്നാൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ വീണ്ടും സമാന വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് പിന്നാലെയാണ് അതിജീവിത രാഹുൽ ഈശ്വറിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. ഇതിനു പിന്നാലെ തനിക്കെതിരെ വ്യാജ പരാതി നൽകിയെന്ന് ചൂണ്ടിക്കാണിച്ച് അതിജീവിതയ്ക്കെതിരെ രാഹുൽ ഈശ്വർ പരാതി നൽകിയിരുന്നു. അതിജീവിതയുടെ ഭർത്താവിന്റെ വെളിപ്പെടുത്തലിനെതിരെയാണ് താൻ വീഡിയോ ചെയ്തതെന്ന് രാഹുൽ ഈശ്വർ പരാതിയിൽ പറഞ്ഞിരുന്നു. സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്നാണ് രാഹുൽ ഈശ്വറിന്റെ ആവശ്യം. വീഡിയോ ചെയ്യരുതെന്ന് ജാമ്യോപാധിയിലില്ലെന്ന് പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. അതിജീവിതയ്ക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ രാഹുൽ ഈശ്വറിനെ നവംബർ 30-നായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത്. ജാമ്യാപേക്ഷയുമായി രാഹുൽ തിരുവനന്തപുരം SJM കോടതിയെ സമീപിച്ചുവെങ്കിലും കോടതി തള്ളി. രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചായിരുന്നു കോടതി നടപടി. ഇതിനു പിന്നാലെ രാഹുൽ വീണ്ടും പോലീസ് കസ്റ്റഡിയിലായി. 16 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു രാഹുലിന് ജാമ്യം ലഭിച്ചത്. രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന പ്രോസിക്യൂഷൻ വാദത്തെ അംഗീകരിച്ചായിരുന്നു കോടതി ജാമ്യം നിഷേധിച്ചത്. ഇതോടെ രാഹുൽ ഈശ്വർ ജയിലിൽ പോയി. കോടതി ജാമ്യം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാര സമരം നടത്തിയിരുന്നു. പിന്നീട് അറസ്റ്റിലായി 16-ാം ദിവസമാണ് രാഹുലിന് ജാമ്യം ലഭിച്ചത്. ഏറ്റവും സംക്ഷിപ്തമായി ഞാൻ സൂചിപ്പിക്കാം. IPC 211 BNS 248 പ്രകാരം എനിക്കെതിരെ വ്യാജ പരാതി ഉന്നയിച്ച ആ പരാതിക്കാരിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട പോലീസിനോട് അഭ്യർത്ഥിക്കുന്നു. AIG പൂങ്കുഴലി മാഡത്തിന്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, DGP, സൈബർ സെൽ എന്നിവർക്ക് ഇമെയിൽ മുഖാന്തരം പരാതി ഇന്നലെ കൊടുക്കുകയുണ്ടായി. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സംസാരിക്കുകയും അവർ പുതിയൊരു ഇമെയിൽ ID തന്നത് പ്രകാരം ആ ഇമെയിൽ IDയിലേക്ക് ഇത് അയക്കുകയും ഇന്ന് രാവിലെ ഞാൻ ഓൾറെഡി ഫോൺ വിളിച്ച് സംസാരിച്ചിരുന്നു. ബഹുമാനപ്പെട്ട സൈബർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സമക്ഷം പരാതി നേരിട്ട് തരികയും അതിന്റെ രസീത് എനിക്ക് തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഞാൻ അഡ്വക്കേറ്റ്സിനോടും മറ്റും സംസാരിച്ചിട്ടാണ് ഈ പരാതി കൊടുക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാന കാരണം നിങ്ങൾ എല്ലാവർക്കും അറിയുന്നത് പോലെ 16 ദിവസത്തോളമാണ് എന്നെ ഒരു കാര്യവുമില്ലാതെ ജയിലിലിട്ടത്. അതിജീവിതയുടെ ഫോട്ടോ ഇട്ടു എന്നും അല്ലെങ്കിൽ ആ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു എന്നും പറഞ്ഞാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. പിന്നീട് അത് രണ്ടും നിൽക്കില്ല എന്ന് കണ്ടുകൊണ്ട് വളരെ വേഗമായൊരു വകുപ്പ് ചുമത്തി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ഇടുകയുണ്ടായി. ഇപ്പോൾ അതേ പരാതിക്കാരി വീണ്ടും എനിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്തിരിക്കുകയാണ്. ഇതിന്റെ ഉദ്ദേശം അവരുടെ ഭർത്താവ് നടത്തിയ വെളിപ്പെടുത്തലിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ്. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്.